ആലുവയുടെ നഗരമധ്യത്തിലും അതുപോലെ തന്നെ സ്കൂളിനും അടുത്തുമാണ് ഇത്തരത്തിൽ വീട്ടിലെ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും ഒക്കെ കൊണ്ടിട്ടിട്ടുള്ളത്. ഇതുകൊണ്ടുണ്ടാകുന്ന ദോഷഫലങ്ങളെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള രോഗങ്ങളും അതുപോലെ തന്നെ പട്ടികൾ വരാനുള്ള സാധ്യതകൾ കൂടും. അപ്പോൾ പിന്നെ ഈ ഒരു സ്കൂളിലോട്ടുള്ള വഴി പിന്നെയും കൂടുതൽ കുട്ടികൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് മാറും. ആലുവ SNDP സ്കൂൾ പരിസരത്തോട് ചേർന്ന റെയിൽവേ ഭൂമി മാലിന്യ നിക്ഷേപ കേന്ദ്രമാകുന്നു. പ്ലാസ്റ്റിക് കവറുകളിലാക്കി ഇറച്ചി മാലിന്യങ്ങൾ വരെ ഇവിടെ കൊണ്ടുവന്ന് തള്ളുകയാണ്. പിന്നീട് മാലിന്യങ്ങൾ കാക്കകൾ കൊത്തിയെടുത്ത് സ്കൂൾ പരിസരത്തും സമീപത്തെ വീടുകളിലും കൊണ്ടുവന്നിടുകയാണ്. സമീപവാസികൾ നഗരസഭയ്ക്ക് പരാതി നൽകിയെങ്കിലും റെയിൽവേയാണ് നടപടിയെടുക്കേണ്ടതെന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ്. മാലിന്യങ്ങൾ ഇവിടെ തള്ളുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് സരസ് അസോസിയേഷൻ ഭാരവാഹികളായ PN മുരളിയും ഷിജിൽ ജോസഫും ആവശ്യപ്പെട്ടു. നഗരത്തിൽ നിന്നും റെയിൽവേയുടെ പടിഞ്ഞാറേ കവാടത്തിൽ ഇറങ്ങുന്ന ഇവിടം സന്ധ്യമയങ്ങിയാൽ അനാശാസ്യ പ്രവർത്തകരുടെ കേന്ദ്രമാണ്. ഇത് തടയാനും പോലീസ് നടപടിയെടുക്കുന്നില്ല. പവർ ന്യൂസ് ബ്യൂറോ, ആലുവ.